ഹലോ എവ്രി വൺ, മൈസെൽഫ് അഭിരാമി വിജയൻ. നമ്മളിന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന പുതിയൊരു കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു കോഴ്സ് ഗേറ്റ് എക്സാം, SSC എക്സാം, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള PSC എക്സാം, ഈ സിലബസ് ഒക്കെ ഓറിയൻറ്റഡായി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വീഡിയോ ആണിത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലൂയിഡ് മെക്കാനിക്സ്. അതിനു മുമ്പ് ഫ്ലൂയിഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോ കണ്ടിന്യൂസ് ഡിഫോർമേഷൻ ടു എ വെരി സ്മോൾ ഷിയർ. ചെറുതായിട്ടൊരു ഷിയർ അപ്ലൈ ചെയ്യുമ്പോൾ ഫ്ലൂയിഡിന് കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോർമേഷൻ സംഭവിക്കുന്നു. ഫ്ലൂയിഡ് മെക്കാനിക്സ്, സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ റെസ്റ്റ് ഓർ മോഷൻ. റെസ്റ്റിലോ മോഷനിലോ ഇരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ സ്റ്റഡിയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് മെക്കാനിസത്തിനെ 3 ബ്രാഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട്: ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആൻഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഫസ്റ്റ് വൺ, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ റെസ്റ്റാണ്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ സ്റ്റഡിയാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. എക്സാമ്പിൾ കാപ്പിലാരിറ്റി, പ്രഷർ, ബോയൻസി, സർഫസ് ടെൻഷൻ എക്സെട്ര. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്താ? മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ സ്റ്റഡിയാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മോഷന് കാരണമാകുന്ന ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എക്സാമ്പിൾ ആക്സിലറേഷൻ, വെലോസിറ്റി, ഫ്ലോ നെറ്റ്, ഡിസ്ചാർജ് എക്സെട്ര. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്താ? നമ്മളിവിടെ മോഷന് കാരണമാകുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് നോക്കാം. മാസ് ഡെൻസിറ്റിയാണ് ഫസ്റ്റ് വൺ. സിംപ്ലി ഡെൻസിറ്റി, ആൾസോ നോൺ ആസ് സ്പെസിഫിക് മാസ്, ഡിനോട്ടഡ് ബൈ റോ. റോ ഈസ് ഈക്വൽ ടു മാസ് പെർ വോളിയം. അതായത് ഒരു യൂണിറ്റ് വോളിയം എടുത്താൽ അതിന് എത്ര മാസ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് ഡെൻസിറ്റി. ഇനി യൂണിറ്റ് നോക്കാം. SI യൂണിറ്റിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, CGS യൂണിറ്റിൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഓർ ഗ്രാം പെർ CC. ഇനി നമുക്ക് ഡെൻസിറ്റി ഓഫ് വാട്ടറും എയറും എത്രയാണെന്ന് നോക്കാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ 1000ഉം ഗ്രാം പെർ CCയിൽ 1. ഇനി ഡെൻസിറ്റി ഓഫ് എയർ എത്രയാണ്? 1.24 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഈ 3 വാല്യൂസും ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊന്നും ഗിവൺ ഡേറ്റ ആയിട്ട് തരത്തില്ല. സെക്കൻഡ് വൺ, വെയ്റ്റ് ഡെൻസിറ്റി, ആൾസോ നോൺ ആസ് സ്പെസിഫിക് വെയ്റ്റ്, ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ W. വെയ്റ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ എന്തായിരിക്കും ഫ്ലൂയിഡിൻ്റെ വെയ്റ്റ്? ഇനി SI യൂണിറ്റ് നോക്കാം. SI യൂണിറ്റിൽ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബും CGS യൂണിറ്റിൽ ഡൈൻ പെർ സെൻറ്റിമീറ്റർ ക്യൂബും. ഇനി വെയ്റ്റ് ഡെൻസിറ്റിയും മാസ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ നേരത്തെ നോക്കിയതാണ്. വെയ്റ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം ആണ്. വെയ്റ്റ് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഡെൻസിറ്റി. സോ വെയ്റ്റ് ഡെൻസിറ്റിയുടെ പുതിയൊരു ഡെഫിനിഷനാണ്: വെയ്റ്റ് ഡെൻസിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഡെൻസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു G. തേർഡ് വൺ, സ്പെസിഫിക് വോളിയം. ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് സ്പെസിഫിക് മാസ്. സ്പെസിഫിക് മാസ് ഈസ് ഈക്വൽ ടു 1 ബൈ റോ. യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസസ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് ഗ്യാസസിലാണ്. ഇനി ഫോർത്ത് വൺ, സ്പെസിഫിക് ഗ്രാവിറ്റി. ഫ്ലൂയിഡ് മെക്കാനിസത്തിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ S. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ടു ദ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ്. എന്താണ് സ്റ്റാൻഡേർഡ് ലിക്വിഡ്? സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ Sx is equal to density of x by density of standard liquid. ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് വാട്ടർ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ, അതായത് S ഓയിൽ ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഓയിൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് തോന്നും. ഡെൻസിറ്റി നമ്മൾ 2 ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട്, മാസ് ഡെൻസിറ്റിയും അതുപോലെ തന്നെ വെയ്റ്റ് ഡെൻസിറ്റിയും. ഏത് ഡെൻസിറ്റി ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക? നമുക്ക് 2 ഡെൻസിറ്റി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഏത് ഡെൻസിറ്റി ആണോ
നമ്മൾ ന്യൂമറേറ്ററിൽ യൂസ് ചെയ്യുന്നത് ആ ഡെൻസിറ്റി തന്നെയായിരിക്കണം നമ്മൾ ഡിനോമിനേറ്ററിലും യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. നമ്മൾ വിസ്കോസിറ്റി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പറയുന്ന ഒരു ഡെഫിനിഷനാണ് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ആക്ച്വൽ കേസിൽ, അതായത് ഈ ഫ്ലൂയിഡ് മെക്കാനിസത്തിൻ്റെ കേസിൽ ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്ലൂയിഡിനെ കൺസിഡർ ചെയ്യുന്നു, അതായത് ഒരു ഡ്രോപ്പ് ഓഫ് ലിക്വിഡിനെ കൺസിഡർ ചെയ്യുന്നു. അത് ഈ ഒരു സർഫസിൽ ഫ്ലോ ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ഈ ഒരു ഡ്രോപ്പ് ഓഫ് ലിക്വിഡിനെ ഒരുപാട് ലെയറായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ ഓരോ ലെയറിൻ്റെയും വെലോസിറ്റി ഡിഫറൻ്റ് ആണ്. ഓരോ ലെയറും അഡ്ജസൻറ്റ് ലെയറിനെ മൂവ്മെൻറ്റിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു. ആ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി. ഇപ്പോൾ ഈ രണ്ട് ലെയറിനെയും ഞാൻ എടുക്കുകയാണ്. ഈ രണ്ട് ലെയറിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് dy-യും ഇവർ തമ്മിലുള്ള വെലോസിറ്റി ചേഞ്ചിനെ du ആയിട്ട് ഞാൻ എടുക്കുകയാണ് എങ്കിൽ ഈ രണ്ട് ലെയറിൻ്റെയും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് shear stress is directly proportional to du by dy. The shear stress which is developed between two adjacent layers of a fluid is proportional to du by dy. ഇനി ഈ du by dy-നെ പറയുന്ന പേരുകൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഈ മൂന്ന് പേരിലും du by dy അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയത് ടോ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു du by dy. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാം. ആ ഒരു കോൺസ്റ്റൻ്റാണ് മ്യൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du by dy. ഇനി മ്യൂവിൻ്റെ നെയിംസ് നോക്കാം. മ്യൂവിനെ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കോഎഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി ആൻഡ് സിംപ്ലി വിസ്കോസിറ്റി. യൂണിറ്റ് ഓഫ് മ്യൂ SI യൂണിറ്റിൽ അതിനെ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറും CGS യൂണിറ്റിൽ ഡയൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറും പറയും. CGS യൂണിറ്റിലെ മറ്റൊരു പേരാണ് പോയിസ്. du by dyയുടെ യൂണിറ്റ് പെർ സെക്കൻഡ്. 10 poise equal to 1 Newton per meter square. Tau is equal to Newton per meter square. Tauയുടെ യൂണിറ്റ് ആണ് Newton per meter square. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി നോക്കാം. റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. കൈനമാറ്റിക് വിസ്കോസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് mu. Therefore mu is equal to mu into mu by rho. ഇതിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇതിൻ്റെ CGS യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സ്റ്റോക്സ്. 10⁴ സ്റ്റോക്സ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇനി ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഈക്വൽ ടു 1 centi-poise. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്. ഫസ്റ്റ് വൺ ഐഡിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൺസെപ്റ്റാണ്. ദ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഹാസ് നോ വിസ്കോസിറ്റി. അതായത് ഇവിടെ പറയുന്നത് ഫ്ലൂയിഡ് ഇൻകംപ്രസിബിളും ആണ്, അതിന് വിസ്കോസിറ്റിയും ഇല്ല. ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉണ്ടാവാതിരിക്കുമോ? ഇല്ല. അപ്പോൾ ഇതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്. ഇനി നെക്സ്റ്റ് വൺ റിയൽ ഫ്ലൂയിഡ്. റിയൽ ഫ്ലൂയിഡാണ് ശരിക്കുള്ളൊരു ഫ്ലൂയിഡ്. അതിന് വിസ്കോസിറ്റി ഉണ്ട്. സോ ദെൻ നെക്സ്റ്റ് വൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. റിയൽ ഫ്ലൂയിഡ് വിച്ച് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന റിയൽ ഫ്ലൂയിഡിനെയാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്.
എന്താണ് ന്യൂട്ടൺസ് ലോ? നേരത്തെ പറഞ്ഞതാണ്. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. എക്സാമ്പിൾ വാട്ടർ, എയർ. വാട്ടറും എയറും ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ഫോർത്ത് വൺ, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. റിയൽ ഫ്ലൂയിഡ് വിച്ച് ഡു നോട്ട് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ. അതായത് ന്യൂട്ടൺസ് ലോയിനെ ഒബേ ചെയ്യാത്ത റിയൽ ഫ്ലൂയിഡാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അതിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ റിലേഷൻ ടോ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ദ ഹോൾ റേസ് ടു എൻ. വേർ ബി ആൻഡ് എ എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ഫ്ലൂയിഡാണ്, അതിൻ്റെ ടൈപ്പ്. അതുപോലെ തന്നെ എന്നെന്ന് പറയുന്നത് പവർ. സോ എ, ബി ആൻഡ് എ ആർ കോൺസ്റ്റൻറ്റ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്. എൻ ഈസ് ദ പവർ. ഇത് നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആക്കാം. എങ്ങനെ? ബിയുടെ വാല്യൂ 0യും എൻ എന്ന് പറയുന്നത് 1ഉം ആണ് എങ്കിൽ നമുക്ക് ന്യൂട്ടൺ ലോ ഒബേ ചെയ്യുന്നൊരു ഫ്ലൂയിഡ് ആവാം. ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു എ ഈക്വൽ ടു മ്യൂ എന്ന് പറയാം. അപ്പം ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. നെക്സ്റ്റ്, ഈ 5 ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് വൺ ആണ് ഡയലക്റ്റഡ് ഫ്ലൂയിഡ്. അതിൽ ബിയുടെ വാല്യൂ ഈക്വൽ ടു 0. N is greater than 1. It is also known as shear thick fluid. Example, butter, rice, starch, quicksand, etc. ഇനി സ്യൂഡോ ഫ്ലൂയിഡ് നോക്കാം. സെക്കൻഡ് വൺ സ്യൂഡോ ഫ്ലൂയിഡ് ആണ്. അതിൻ്റെ ബിയുടെ വാല്യൂ ഈക്വൽ ടു 0യും എൻ ലെസ് ദാൻ 1ഉം ആണ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഷിയർ തിൻ ഫ്ലൂയിഡ്. ഇതിന് എക്സാമ്പിൾ ബ്ലഡ്, മിൽക്ക്, എക്സെട്ര. തേർഡ് വൺ ബിങ്കം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഇതിന് ബിക്കൊരു വാല്യൂ ഉണ്ട്. കാരണം ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ബി ഈസ് ഈക്വൽ ടു ഈൽഡ് സ്ട്രെസ് ആൻഡ് എൻ ഈക്വൽ ടു 1. ബി ഈസ് ഈക്വൽ ടു ഈൽഡ് സ്ട്രെസ് ആൻഡ് എൻ ഈക്വൽ ടു 1. അതായത് ഇവിടെ ഒരു ചെറുതായിട്ടൊരു സ്ട്രെസ് അപ്ലൈ ചെയ്യാത്തിടത്തോളം ആ ഒരു ലിക്വിഡ് ഒരു റിജിഡ് നേച്ചർ കാണിക്കും. സ്ട്രെസ്സ് കൂടുന്തോറും അത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി കാണിക്കും. എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ്. നമുക്കറിയാം ടൂത്ത് പേസ്റ്റ് നമ്മളൊരു പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പുറത്തോട്ട് വരുന്നത്, അല്ലെങ്കിൽ അത് അതിനകത്ത് തന്നെ ഇരിക്കും. ഇപ്പോൾ ഈ ടൂത്ത് പേസ്റ്റിനെ നമ്മളൊരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു സോളിഡായിട്ടുള്ളൊരു ഇതിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് പുറത്തോട്ട് വരത്തില്ല. നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രസ് ചെയ്താൽ മാത്രമേ അത് പുറത്തോട്ട് വരത്തുള്ളൂ. അതാണ് പറയുന്നത്. അതിനൊരു ചെറുതായിട്ടൊരു സ്ട്രെസ്സ്, അതായത് സ്ട്രെസ്സ് കൊടുത്താൽ മാത്രമേ അതൊരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടി കാണിക്കുകയുള്ളൂ. ഇതിനെ പറയുന്നത് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്നും. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഫോർത്ത് വൺ ടിക്സോട്രോപിക് ഫ്ലൂയിഡ്. ഇത് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. Viscosity of these type of fluid depends upon the application of shear stress and duration. ടൈം ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ടെമ്പറേച്ചർ കൂടുന്തോറും വിസ്കോസിറ്റി കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എക്സാമ്പിൾ പെയിൻറ്റ്, ലിപ്സ്റ്റിക്. അതായത് പെയിൻ്റ് എന്നൊക്കെ പറയും. പെയിൻറ്റ് നമ്മൾ ടെമ്പറേച്ചർ കൂടുന്തോറും അതിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞ് ഒഴുകാൻ തുടങ്ങും. ലിപ്സ്റ്റിക്കൊക്കെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ലിക്വിഡ് നേച്ചറായി മാറുന്നു. ദാറ്റ്സ് ടൈം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ലിക്വിഡിറ്റി കൂടിക്കൊണ്ടേയിരിക്കും, വിസ്കോസിറ്റി കുറയുന്നു. റിയോപെക്റ്റിക് ഫ്ലൂയിഡ് ആണ് ലാസ്റ്റ് വൺ. ഇതും ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷേ ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി ആണ്. ടൈം കൂടുന്തോറും വിസ്കോസിറ്റി കൂടുന്നു. എക്സാമ്പിൾ ഇങ്ക് പെൻ, പ്രിൻ്റർ, ഇങ്ക്, എക്സെട്ര. ഇനി അടുത്തതൊരു ഗ്രാഫാണ്. ഇതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സും എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഡി യു ബൈ ഡി വൈയും വൈ ആക്സിസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സുമാണ്. ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഓരോ ഫ്ലൂയിഡിൻ്റെയും വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ്. ആദ്യം നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് നോക്കാം. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് n ഈക്വൽ ടു 1 ആയതുകൊണ്ടും അതൊരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇനി ഡയലറ്റൻ്റ് എന്ന് പറയുന്നത് n ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ അത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞു പോകുന്നൊരു കർവാണ്. സ്യൂഡോ പ്ലാസ്റ്റിക് n ഈസ് ലെസ് ദാൻ 1 ആണ് കേട്ടോ. n ഈസ് ലെസ് ദാൻ 1. സോ അത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൻ്റെ എബോയിൽ ഈ ഒരു ഷേപ്പിൽ പോകുന്നു. നെക്സ്റ്റ് വൺ ബിങ്കം.
ബിംഗം നമ്മൾ പറഞ്ഞതാണ്, ബിംഗത്തിന് ഒരു ബി വാല്യൂ ഉണ്ട്. സോ ഇത്രയും ഡിസ്റ്റൻസ് എബോ ആയിരിക്കും ബിംഗം. അതിന് എന്ന് പറയുന്ന =1 ആയതുകൊണ്ട് സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഈ ഒരു എക്സ് ആക്സിസിൽ കൂടെ പോകുന്നതാണ് നമ്മുടെ ഐഡിയൽ ഫ്ലൂയിഡും വൈ ആക്സിസിൽ കൂടെ പോകുന്നതാണ് ഐഡിയൽ സോളിഡും. ഇനി നമുക്ക് ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഓരോന്നിലും, അതായത് ലിക്വിഡിനും ഗ്യാസിനും ഡിഫറെൻ്റ് ആണ് ആ ഒരു റിലേഷൻ. ലിക്വിഡിന് ടെമ്പറേച്ചർ കൂടുന്തോറും വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ്. എക്സാമ്പിൾ നമുക്ക് ഹണി പറയാം. ഹണി ഇപ്പോൾ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അത് ഒഴുകാൻ തുടങ്ങും, വിസ്കോസിറ്റി കുറയാണ്. ഇനി ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും വിസ്കോസിറ്റി കൂടെയാണ് ചെയ്യുന്നത്. നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ നടക്കും. അങ്ങനെ വിസ്കോസിറ്റി കൂടെയാണ് ചെയ്യുന്നത്. അതായത് ഗ്യാസിൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസസ്, വിസ്കോസിറ്റി ആൾസോ ഇൻക്രീസസ്. സിക്സ്ത് പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. അതായത് രണ്ട് മിക്സ് ചെയ്യാത്ത ഫ്ലൂയിഡ് ടു ഇമ്മിസിബിൾ ഫ്ലൂയിഡ് അതിൻ്റെ ഇൻ്റർഫേസിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ. സോ ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദ സർഫസ് ഓഫ് ടു ഇമ്മിസിബിൾ ഫ്ലൂയിഡ്. രണ്ട് ഇമ്മിസിബിൾ ഫ്ലൂയിഡിൻ്റെ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സാണ് സർഫസ് ടെൻഷൻ. ഫ്ലൂയിഡ് മെക്കാനിസത്തിൽ ഇതിനെ സർഫസ് ടെൻഷനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്നാണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് നോക്കാം. It is expressed in force per unit length, that is Newton per meter. Sigma of water equal to 0.0735 Newton per meter. Surface tension is due to cohesion. എന്താണ് cohesion? Force of attraction between same particles. അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം പാർട്ടിക്കിൾസ്, അതായത് സെയിം പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് കോഹഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഫോർമുലാസ് നോക്കാം. നമുക്ക് 3 കേസാണ് പഠിക്കാനുള്ള. സോളിഡ് ബബിൾ, അതുപോലെ തന്നെ സോപ്പ് ബബിൾ, പിന്നെ ലിക്വിഡ് ജെറ്റ്. ആദ്യം നമുക്ക് സോളിഡ് ബബിൾ നോക്കാം. സോളിഡ് ബബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഡ്രോപ്ലെറ്റ് കൺസിഡർ ചെയ്യാണ്. അതിനകത്തും ലിക്വിഡാണ്, എന്നാൽ അകത്ത് ലിക്വിഡ്, പുറത്ത് എയർ. അപ്പോൾ ഇവർ തമ്മിൽ ഇടയിൽ ഒരു സർഫസ് ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ആ സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് സിഗ്മ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡി ബൈ 4. സിഗ്മ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡി ബൈ 4. ഡെൽറ്റ പി എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് എക്സസ് ഇൻസൈഡ് പ്രഷർ കമ്പയർഡ് ടു ഔട്ട്സൈഡ് പ്രഷർ. അതായത് പുറത്ത് പ്രഷറിനെ കാട്ടിയും എത്രയാണ് അകത്തെ പ്രഷർ, അതാണ് ഡെൽറ്റ പി. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബബിളിൻ്റെ ഡയമീറ്ററാണ്. ഇനി നമുക്ക് സോഫ്റ്റ് ബബിൾ നോക്കാം. സോപ്പ് ബബിൾ അഥവാ ഹോളോ ബബിൾ. അതായത് നമ്മളിപ്പോൾ ഒരു ഹോളോ ബബിൾ എടുക്കുകയാണ്. അതിനകത്ത് എയറാണ്, പുറത്തും എയറാണ്. സർഫസിൽ മാത്രമേ ഉള്ളൂ ലിക്വിഡ്. അവിടെയും സർഫസ് ടെൻഷൻ ഉണ്ട്. അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് സിഗ്മ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡി ബൈ 8. ഡി നേരത്തെ പറഞ്ഞ പോലെ ഡയമീറ്റർ ഓഫ് ബബിളാണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്. ഇനി ലാസ്റ്റ് വൺ ലിക്വിഡ് ജെറ്റ്. ലിക്വിഡ് ജെറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു നോസിൽ എടുക്കുകയാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജെറ്റ് ഓഫ് വാട്ടർ. അവിടെയും ചെറിയ ചെറിയ തുള്ളികളൊക്കെ വരും. അവിടെയും എന്തുണ്ട്? സർഫസ് ടെൻഷൻ ഉണ്ട്. അവിടുത്തെ സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് സിഗ്മ ഈക്വൽ ടു ഡെൽറ്റ പി ഡി ബൈ 2. 7th പ്രോപ്പർട്ടിയാണ് ക്യാപ്പിലാരിറ്റി. ഇപ്പോൾ ഞാനൊരു വെസലിൽ ലിക്വിഡ് എടുത്തു. അതിലേക്ക് ഞാനൊരു ട്യൂബിനെ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ട്യൂബിലേക്ക് വെള്ളം കയറിപ്പോവാം, അല്ലെങ്കിൽ താഴെ തന്നെ ഇരിക്കാം. കയറിപ്പോകുന്നത് റൈസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ക്യാപ്പിലറി റൈസ്. ഫോൾ ചെയ്യുന്നതിനാണ് ക്യാപ്പിലറി ഫോൾ. So capillarity means it is the rise or fall of liquid in a small tube when tube is immersed in a liquid. എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ബീക്കറിനകത്ത് വെള്ളം എടുത്തു. അതുപോലെ തന്നെ ഒരു ബീക്കറിനകത്ത്
മെർക്കുറി എടുത്തു. രണ്ടിലേക്കും ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് ട്യൂബ് ഇൻസേർട്ട് ചെയ്തു. ആദ്യം വാട്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് വാട്ടറിനകത്തേക്ക് ഇറക്കിയ ട്യൂബിൽ വെള്ളം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇതാണ് ഫസ്റ്റ് ലെവൽ. ഇന്ന് ഗ്ലാസ് പാർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ ആ ലെവൽ ഇതുവരെയായിട്ട്, അതായത് ഈ ഒരു ലെവലിലേക്ക് റൈസ് ആണ് ചെയ്തത്. സോ ഇവിടെ കാപ്പിലറി റൈസ് ആണ് ഉണ്ടായത്. ഇതിന് കാരണം അഡ്ഹഷൻ ഈസ് ഗ്രേറ്റർ ദാൻ കൊഹഷൻ. എന്താണ് അഡ്ഹഷൻ? പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷനാണ് കൊഹഷൻ. അഡ്ഹഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ മറ്റൊരു പാർട്ടിക്കിളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതായത് അട്രാക്ഷനെയാണ് അഡ്ഹഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാട്ടർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കാട്ടിയും കൂടുതൽ വാട്ടർ ഗ്ലാസുമായിട്ടുള്ള അട്രാക്ഷനാണ്. സോ അതുകൊണ്ടാണ് ഇത് കാപ്പിലറി റൈസ് കാണിച്ചത്. ഇവിടെ ഉണ്ടായ ഈ തീറ്റ എന്ത് തീറ്റയാണ്? അതായത് അതൊരു അക്യൂട്ട് ആംഗിളാണ്. ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ ആൻഡ് തീറ്റേനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. വാട്ടറിൻ്റെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. തീറ്റ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 0. ഇനി ഈ കാപ്പിലറി റൈസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് H ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ GD. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പൈപ്പ്. ഇനി നമുക്ക് മെർക്കുറിയുടെ നോക്കാം. മെർക്കുറിയിൽ നോക്കിയേ, ഇതുവരെ ഉണ്ടായിരുന്ന ലെവൽ ഇത്രയായിട്ട് പൈപ്പിൽ ഇത്രയായിട്ട് കുറയാണ് ചെയ്തത്. അതായത് ഇവിടെ കാപ്പിലറി ഫോൾ ആണ് സംഭവിച്ചത്. ഇതിന് കാരണം എന്താണ്? അഡ്ഹഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കൊഹഷൻ. അതായത് മെർക്കുറി തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഇവിടെ കൂടുതൽ, മെർക്കുറി ഗ്ലാസ് പാർട്ടിക്കിളുമായിട്ടുള്ള ഇൻട്രാക്ഷനെ കാട്ടിയും. ഇനി ഈ മെർക്കുറിയുടെ തീറ്റ എന്ന് പറയുന്നത് അതൊരു ഒബ്റ്റ്യൂസ് ആംഗിളാണ്. ദാറ്റ് ഈസ് 130 ഡിഗ്രി. ഇവിടെയും നമുക്ക് കാപ്പിലറി ഫോൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. H ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ GD. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് കംപ്രസിബിലിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്. ആദ്യം നമുക്ക് ബൾക്ക് മോഡുലസ് എന്താണെന്ന് നോക്കാം. നമ്മൾ മോസിലൊക്കെ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് സ്ട്രെസ് പെർ വോളിയോമെട്രിക് സ്ട്രെയിൻ. എന്നാൽ ലിക്വിഡിൻ്റെ കേസിൽ സ്ട്രെസ് പറയാൻ പറ്റുമോ? ഇല്ല, പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രഷർ. Therefore, bulk modulus of a fluid എങ്ങനെ പറയാം? It is the change in pressure divided by volumetric strain. ഇവിടെ ബൾക്ക് മോഡുലസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ K ആണ് കേട്ടോ. അപ്പോൾ നെഗറ്റീവ് ചേഞ്ച് ഇൻ പ്രഷർ ബൈ വോളിമെട്രിക് സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. ഇവിടെ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? നെഗറ്റീവിൻ്റെ അർത്ഥം പ്രഷർ നമ്മൾ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് വോളിയം കൂടുകയോ കുറയുകയോ ചെയ്യാം. ദാറ്റ് ഈസ് പ്രഷർ ഇപ്പോൾ കൂടുകയാണെങ്കിൽ വോളിയം കുറയും. ഇനി ഇതിനെ പറയുന്ന ഇതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ ഇക്വേഷനാണ് മൈനസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി. നെക്സ്റ്റ് വൺ കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ബീറ്റ. ബീറ്റ ഈസ് ഈക്വൽ ടു, ബീറ്റ എന്ന് പറയുന്നത്, അതായത് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ബൾക്ക് മോഡുലസ് ആണ്. കംപ്രസിബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്യാസിൻ്റെ കേസിലാണ്. കാരണം ലിക്വിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ ലിക്വിഡിൻ്റെ കംപ്രസിബിലിറ്റി വാല്യൂ ഈക്വൽ ടു 0 ആണ്. അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? ഫസ്റ്റ് വൺ സ്പെസിഫിക് മാസ് പഠിച്ചു, സ്പെസിഫിക് വെയ്റ്റ് പഠിച്ചു, സ്പെസിഫിക് വോളിയം പഠിച്ചു, സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചു, ദെൻ വിസ്കോസിറ്റി പഠിച്ചു. അതിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കേട്ടോ. പിന്നെ സർഫസ് ടെൻഷൻ പഠിച്ചു, ക്യാപ്പിലാരിറ്റി പഠിച്ചു. ലാസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് കംപ്രസിബിലിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്. അങ്ങനെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് തീർന്നിരിക്കുകയാണ്.